ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഇന്നിതാ ഞാനൊരു അടിപൊളി ബീഫ് കറീൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ബീഫ് വരട്ടുന്നോ അല്ലെങ്കിൽ റോസ്റ്റ് ആ രൂപത്തിലൊക്കെ ഇതാക്കിയെടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ സംഭവം അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരു നേരം കഴിക്കാൻ ഇത് ഉണ്ടായിട്ടില്ല കേട്ടോ. ബാക്കി അത്രയും കിട്ടിയിട്ടില്ല. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ ആദ്യം തന്നെ കുക്കറിൽ ബീഫ് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ എന്ന് പറഞ്ഞാൽ 3/4 വേവ്, അത്രയും വേവ് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ആകെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം ഇട്ടെടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ വേവിച്ചെടുത്തതാട്ടോ. അങ്ങനെ ഇതാ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ 2 മീഡിയം സൈസ് ഉള്ളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിതാ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ട്ടോ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പിടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ബീഫ് വേവിക്കുന്ന ടൈമും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പിടുന്ന ടൈം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ഉള്ളി അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ചതച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ഞാൻ ഒന്ന് മൂടിയിട്ട് വേവിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ വേഗം സെറ്റായി കിട്ടുമല്ലോ. അങ്ങനെ ഇതാ ഈ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ചെറിയ തക്കാളി കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. നിങ്ങളൊരു വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി ധാരാളമാണ് കേട്ടോ. കൂടുതൽ തക്കാളി ഇട്ടുകൊടുക്കാണ്ടിരിക്കുക കേട്ടോ. ഇനി തക്കാളിയും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്കൊന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അങ്ങനെയല്ല, നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടും. പിന്നെ കൂടുതൽ വേകേണ്ടൊന്നും ആവശ്യമില്ല. നമ്മൾ ബീഫ് 3/4 വേവല്ലേ ആയിട്ടുള്ളൂ. ബാക്കി അതിൽ നിന്ന് സെറ്റായിക്കോളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ബീഫ് കറി ഇങ്ങനെ അല്ലാണ്ട് കുക്കറിലേക്ക് തന്നെ ഉള്ളി തക്കാളി ആദ്യം ഇങ്ങനെ വേവിച്ച് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെറും കുരുമുളകിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇങ്ങനെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഞാനിവിടെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ബീഫിൽ തന്നെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി നിങ്ങൾ വേവിക്കുന്ന ടൈം ബീഫ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള ബീഫാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ആ ബീഫ് ഇതേപോലെ തട്ടിയിട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനെടുത്ത ബീഫിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലും കൂടി ഉള്ളതാണ്. എനിക്ക് വെറും ബീഫിനെക്കാട്ടി ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ഈ എല്ലും കൂടി ഉണ്ടാകുമ്പോൾ തിന്നാനൊരു വേറെ തന്നെ ഒരു രുചിയല്ലേ. നിങ്ങൾക്ക് വെറും ബീഫ് ഇറച്ചി മാത്രമാണെങ്കിൽ അങ്ങനെ എടുത്തിട്ടും ചെയ്യാം കേട്ടോ. ഞാനിത് രണ്ടും മിക്സ് ആക്കിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനിതാ നല്ലപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഞാൻ ഈ ഒരു ടൈമാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതൊന്ന് വറ്റി വരട്ടെ. ആ ടൈം ഞാനിതാ ഈ നല്ലപോലെ തിളച്ച് വരുന്ന ടൈം ഞാനിതിൽ 2 ടീസ്പൂൺ ആട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ബീഫ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഇനി ബീഫ് ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് ചിക്കൻ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ. ചിക്കൻ ആണെങ്കിൽ ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇതാ ഞാൻ ലോ ഫ്ലെയിമിൽ മൂടിയിട്ട് വേവിച്ചെടുത്തതാട്ടോ. ഇനിതാ ഒന്ന് വറ്റിച്ചെടുക്കേണ്ട പരിപാടിയിലാട്ടോ. നല്ലപോലെ വെള്ളം ഉണ്ടല്ലോ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം.
ഞാനതിൻ്റെ ഇടയ്ക്ക് വെച്ച ഗ്യാസിനൊക്കെ ഇപ്പുറത്തേക്കൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അങ്ങനല്ല, നോമ്പ് ടൈമല്ലേ, എന്നാലും അപ്പുറന്ന് കടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിന് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബീഫ് അത്യാവശ്യം ഈ ഒരു വറ്റിച്ചിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് കുറച്ചും കൂടി തണ്ണിൽ കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടും കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇത് അപ്പത്തിൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടി ഒക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. ഈ പത്തലിൻ്റെ കൂടെയൊക്കെ ഞാനിവിടെ ആക്കിയിട്ടുള്ളത് പൊറോട്ടൻ്റെ കൂടി കേട്ടോ. പൊറോട്ട വീട്ടിലുണ്ടാക്കിയതൊന്നല്ല, പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ. അങ്ങനെ ഇതാ ഇതിൻ്റെ മേലിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത സംഭവം സെറ്റായി. ഇനി ഇതാ നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ. അങ്ങനെ ഇതാ പൊറോട്ട എടുത്തിട്ടുണ്ടെങ്കിൽ കറിയും കൂടി ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. കറി ഇപ്പം തന്നെ ഏകദേശം കാലിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ സംഭവം നല്ല ടേസ്റ്റ് ആട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു വട്ടെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കേ. പിന്നെ പൊറോട്ടയും ബീഫും ഇഷ്ടമില്ലാത്ത ആരാളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.